എല്ലാവർക്കും I+ ട്രെയിനിങ് സൊല്യൂഷൻ്റെ UGC നെറ്റ് പേപ്പർ 2 മാനേജ്മെൻറ്റ് കോഴ്സിൻ്റെ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം. ഞാൻ മീര രമേശ്. രണ്ടാമത്തെ യൂണിറ്റിലെ ചാപ്റ്റർ 2വിൻ്റെ പാർട്ട് 2 പോർഷൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന പോർഷൻസ് വാല്യൂസ്, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ്. എക്സാം വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇത്. നമുക്കിനി പഠിച്ചു തുടങ്ങാം. ഫസ്റ്റ് ടോപ്പിക് ഈസ് വാല്യൂസ്. വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ. വാല്യൂസ് ആർ ലോങ് ലാസ്റ്റിംഗ് ആൻഡ് സ്റ്റേബിൾ ബിലീഫ്സ് എബൌട്ട് വാട്ട് ഈസ് ഗുഡ് ഓർ വാട്ട് ഈസ് ബാഡ്. വാല്യൂസ് അല്ലെങ്കിൽ മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഒരാളുടെ മൈൻഡിൽ ഒരു പെർട്ടിക്കുലർ കാര്യം നല്ലതാണോ ചീത്തയാണോ എന്ന് സംബന്ധിച്ച് ദീർഘകാലം സ്ഥിരമായി നിലനിൽക്കുന്ന വിശ്വാസങ്ങളെയാണ് നമ്മൾ വാല്യൂസ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷണൽ ബിഹേവിയറിനെ സംബന്ധിച്ച് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി ദ വാല്യൂസ് ഫസ്റ്റ്. കാരണം എന്താണ്? ഒരു വർക്ക് പ്ലേസിൽ ഒരു എംപ്ലോയിയുടെ വാല്യൂസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ് ഹിസ് ആറ്റിറ്റ്യൂഡ്, അല്ലെ? വർക്കിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൻ്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വാല്യൂസ് ആർ വെരി പവർഫുൾ ഫോഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ബിഹേവിയർ, അല്ലേ? മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന വളരെ ശക്തമായ ഒരു ശക്തിയാണ് മൂല്യങ്ങൾ അല്ലെങ്കിൽ വാല്യൂസ് എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വാല്യൂസ് എന്തെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് വാല്യൂസ് പ്രൊവൈഡ് സ്റ്റാൻഡേർഡ്സ് ഫോർ ദ പ്രൊഫിഷ്യൻസി ആൻഡ് ഇൻറ്റഗ്രിറ്റി. Then the next one is values are fewer in number than attitude. അതായത് മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മൂല്യങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. Then the third one is values are most central to the core of a person. Then the fourth one is values usually go beyond the specific object, situation or persons. നമുക്കൊരിക്കലും വാല്യൂസിനെ ഒരു സ്പെസിഫിക് ഒബ്ജക്റ്റ് ആയിട്ടോ സിറ്റുവേഷൻ ആയിട്ടോ പേഴ്സൺസ് ആയിട്ടോ ഉൾക്കൊള്ളിച്ച് നിർത്താൻ അല്ലെങ്കിൽ അതിനെ ആ ഒരു ഫ്രെയിംവർക്കിനുള്ളിൽ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. വാല്യൂസ് ഓൾവേസ് ഗോ ബിയോണ്ട് സ്പെസിഫിക് ഒബ്ജക്ട്സ്, സിറ്റുവേഷൻ ഓർ പേഴ്സൺസ്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് വാല്യൂസ് ആർ റിലേറ്റീവ്ലി പെർമനൻറ്റ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്. നമ്മൾ നേരത്തെ പറഞ്ഞു വാല്യൂസ് എന്ന് പറയുന്നത് ഒരു ദീർഘനാളത്തേക്കുള്ള സ്ഥിരമായിട്ടുള്ള വിശ്വാസങ്ങളാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് ആൻഡ് റെസിസ്റ്റൻറ്റ് ടു ചേഞ്ച്, അതായത് മാറ്റത്തെ വാല്യൂസ് പ്രതിരോധിക്കുന്നതാണ്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ടൈപ്സ് ഓഫ് വാല്യൂസ്. പല പല ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ പല ടൈപ്സിലുള്ള വാല്യൂസ് ഉണ്ട്. These classification are, first one is Milton-Rockich classification. The next type of classification is classification by Allport, Vernon and Lindsay classification. ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ there are various types of values. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ മിൽട്ടൺ റോക്കിച്ച് ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ എത്ര ടൈപ്സ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. മിൽട്ടൺ റോക്കിച്ച് ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ ദർ എക്സിസ്റ്റ് 2 ടൈപ്സ് ഓഫ് വാല്യൂസ്, ടെർമിനൽ വാല്യൂസ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ വാല്യൂസ്. ഈ ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് മിൽട്ടൺ റോക്കിച്ച് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയ റോക്കിച്ച് വാല്യൂ സർവേ അല്ലെങ്കിൽ RVS സർവേ, അതുവഴിയാണ് അദ്ദേഹം വാല്യൂസിനെ ഈ 2 ഹെഡ്സിൽ കാറ്റഗറി ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ടെർമിനൽ വാല്യൂസ് ആൻഡ് ഇൻസ്ട്രുമെന്റൽ വാല്യൂസ്. ഫസ്റ്റ് വൺ ഈസ് ടെർമിനൽ വാല്യൂസ്. ടെർമിനൽ വാല്യൂസ് represent the desirable outcomes. That means these represent the ultimate goals that a person would strive to achieve in his lifetime. നമുക്ക് ടെർമിനൽ വാല്യൂസിൻ്റെ എക്സാമ്പിൾസ് ഏതെല്ലാമാണെന്ന് നോക്കാം. കംഫർട്ടബിൾ ലൈഫ്, സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, ഫാമിലി സെക്യൂരിറ്റി, മെച്വർ ലവ്, സെൽഫ് റെസ്പെക്റ്റ്, വിറ്റ്സം, എക്സൈറ്റിംഗ് ലൈഫ്, ഫ്രീഡം, സോഷ്യൽ റെക്കഗ്നിഷൻ, ട്രൂ ഫ്രണ്ട്ഷിപ്പ്, എ വേൾഡ് ഓഫ് പീസ്, എ വേൾഡ് ഓഫ് ബ്യൂട്ടി, ഇക്വാലിറ്റി, ഹാപ്പിനെസ്, ഇന്നർ ഹാർമോണി, നാഷണൽ സെക്യൂരിറ്റി, പ്ലഷർ, എക്സെട്ര.
ഇവയെല്ലാം ടെർമിനൽ വാല്യൂസിന് എക്സാമ്പിൾ ആണ്. The second one is instrumental values. Instrumental values refers to the preferred modes of behavior or means to achieve desirable ends. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പ്രിഫേർഡ് മോഡ് ഓഫ് ബിഹേവിയർ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡിസൈറബിൾ ആയിട്ടുള്ള ലക്ഷ്യങ്ങളെ നേടുന്നതിനുള്ള മാർഗങ്ങളാണ് അല്ലെങ്കിൽ ആ മാർഗങ്ങളെയാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ മീഡിയം ഫോർ അറ്റൈനിങ് ടെർമിനൽ വാല്യൂസ്. അല്ലെ, ടെർമിനൽ വാല്യൂസ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു മീഡിയമാണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റൽ വാല്യൂ ആണ് ഇൻഡിപെൻഡന്റ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആകുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റൽ വാല്യൂ ക്യാൻ ഹെൽപ്പ് ഇൻ അച്ചീവിംഗ് ദ ടെർമിനൽ വാല്യൂ ഫ്രീഡം. ടെർമിനൽ വാല്യൂ ആയിട്ടുള്ള ഫ്രീഡത്തെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻസ്ട്രുമെന്റൽ വാല്യൂ ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ഹെൽപ്പ് ചെയ്യുന്നു. സോ ഇൻസ്ട്രുമെന്റൽ വാല്യൂസ് വിച്ച് ക്യാൻ ഹെൽപ്പ് ഇൻ അച്ചീവിംഗ് ദ ടെർമിനൽ വാല്യൂ. ഇൻസ്ട്രുമെന്റൽ വാല്യൂസിന്റെ എക്സാമ്പിൾ ആണ് അംബീഷ്യസ്, ബ്രോഡ് മൈൻഡഡ്, ക്യാപ്പബിൾ, ചിയർഫുൾ, ക്ലീൻ, കറേജിയസ്, ഫോർഗീവിംഗ്, ഹെൽപ്ഫുൾ, honest, imaginative, independent, intellectual, logical, loving, obedient, polite, responsible, self-controlled, etc. Next classification is classification by Alport, Vernon and Lindsay classification. ഈ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വാല്യൂസിനെ 6 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഈ 6 ടൈപ്പ് വാല്യൂസ് ഏതെല്ലാമാണെന്ന് നോക്കാം. These are theoretical values, economic values, aesthetic values, social values, political values and religious values. നമുക്ക് ഇവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് തിയറിറ്റിക്കൽ വാല്യൂസ്. തിയറിറ്റിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു വ്യക്തിയുടെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങിലൂടെയും റീസണിങ്ങിലൂടെയും എല്ലാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ സത്യം കണ്ടെത്തുന്നതിനുള്ള ആ ഒരു വ്യക്തിയുടെ താല്പര്യത്തെയാണ് എന്താണ് തിയറിറ്റിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യത്തിന്റെ സത്യം കണ്ടെത്തുന്നതിനുള്ള ഒരു വ്യക്തിയുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള തിങ്കിങ്ങിനെയും റീസണിങ്ങിനെയും അതിനോട് കാണിക്കുന്ന ആ ഒരു താല്പര്യത്തെയുമാണ് നമ്മൾ തിയറിറ്റിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത്. ദ സെക്കൻഡ് വൺ ഈസ് എക്കണോമിക് വാല്യൂസ്. ദീസ് വാല്യൂസ് റെഫേഴ്സ് ടു വൺസ് ഇൻട്രസ്റ്റ് ഇൻ പ്രാക്ടിക്കലി യൂസ്ഫുൾനെസ് ആൻഡ് അക്യൂമുലേറ്റിംഗ് വെൽത്ത്. എക്കണോമിക് വാല്യൂസ് ഒരു മനുഷ്യന്റെ എന്തൊക്കെ വാല്യൂസ് ആണ് പറയുന്നത്? വൺസ് ഇൻട്രസ്റ്റ് ഇൻ പ്രാക്ടിക്കാലിറ്റി, അതായത് ഒരാളുടെ പ്രായോഗികത. ദെൻ എന്താണ് യൂസ്ഫുൾനെസ് ആൻഡ് അക്യൂമുലേറ്റിംഗ് വെൽത്ത്, അദ്ദേഹത്തിന്റെ ഉപയോഗക്ഷമത, സ്വത്ത് സമ്പാദിക്കൽ എന്നിവയിലുള്ള താല്പര്യത്തെയാണ് എക്കണോമിക് വാല്യൂസ് സൂചിപ്പിക്കുന്നത്. ഒരു ഐഡിയൽ എക്കണോമിക് മാൻ വാല്യൂസ് whatever is useful. Then the third one is aesthetic values. These values reflect one's interest in beauty, art and creativity. Aesthetic values എന്തൊക്കെ കാര്യങ്ങളാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്? സൗന്ദര്യം, കല, സർഗാത്മകത എന്നിവയിൽ ഒരാളുടെ താല്പര്യത്തെയാണ് എസ്തെറ്റിക് വാല്യൂസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. Then the fourth one is സോഷ്യൽ വാല്യൂസ്. സോഷ്യൽ വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമൂഹിക മൂല്യങ്ങൾ. അതായത് ഒരു മനുഷ്യന്റെ റിലേഷൻഷിപ്പിലുള്ള താല്പര്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന വാല്യൂസ് ആണ് എന്താണ് സോഷ്യൽ വാല്യൂസ് എന്ന് പറയുന്നത്. ദ ഐഡിയൽ സോഷ്യൽ മാൻ ഗിവ് ഇമ്പോർട്ടൻസ് ടു ദ സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് ആൻഡ് ലവ്. ദെൻ ദ ഫിഫ്ത്ത് വൺ ഈസ് പൊളിറ്റിക്കൽ വാല്യൂസ്, അല്ലെങ്കിൽ രാഷ്ട്രീയ മൂല്യങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. ദീസ് വാല്യൂസ് റിഫ്ലക്ട് വൺസ് ഇൻട്രസ്റ്റ് ഇൻ ഒബ്റ്റെയിനിങ് പവർ ആൻഡ് ഇൻഫ്ലുവൻസിങ് അതർ ബിഹേവിയർ. അല്ലെ, പൊളിറ്റിക്കൽ വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? അധികാരം നേടുന്നതിനും മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നതിനുമുള്ള ഒരാളുടെ താല്പര്യത്തെയാണ് പൊളിറ്റിക്കൽ വാല്യൂസ് റിഫ്ലക്ട് ചെയ്യുന്നത്. ദെൻ ദ ലാസ്റ്റ് വൺ, അതായത് സിക്സ്ത് വൺ ഈസ് റിലീജിയസ് വാല്യൂസ്. റിലീജിയസ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മതപരമായിട്ടുള്ള മൂല്യങ്ങൾ. ഈ മൂല്യങ്ങൾ അല്ലെങ്കിൽ ഈ വാല്യൂസ് ഒരാളുടെ ഐക്യത്തോടുള്ള താല്പര്യത്തെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത്.
These values reflect one's interest in unity. ഇനി നമുക്ക് ഏതൊക്കെയാണ് സോഴ്സസ് ഓഫ് വാല്യൂസ് എന്ന് നോക്കാം. ഫാമിലി, സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ, പേഴ്സണൽ ഫാക്ടേഴ്സ്, ലൈഫ് എക്സ്പീരിയൻസ് എക്സെട്ര ഇവയെല്ലാമാണ് വാല്യൂസിന്റെ സോഴ്സസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം. ആറ്റിറ്റ്യൂഡ് റിഫ്ലെക്ട്സ് one's feelings towards a particular object, event or person. അപ്പം ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ മനോഭാവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വസ്തുവിനോടോ അല്ലെങ്കിൽ എന്താണ് ഒരു പ്രത്യേക ഇവന്റിനോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തിയോടോ ഉള്ള ഒരാളുടെ വികാരത്തെയാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആറ്റിറ്റ്യൂഡ് റിഫ്ലെക്ട്സ് വൺസ് ഫീലിംഗ് ടുവേർഡ്സ് എ പെർട്ടിക്കുലർ ഒബ്ജക്ട്, ഇവന്റ് ഓർ പേഴ്സൺ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വസ്തുവിനോടോ ഇവന്റിനോടോ വ്യക്തിയോടോ ഉള്ള ഒരാളുടെ വികാരത്തെയാണ് ആറ്റിറ്റ്യൂഡ് റിഫ്ലക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ആറ്റിറ്റ്യൂഡിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു G.W. Alport, attitude is a mental or neutral state of readiness organized through experience, exerting a directive or dynamic influence upon the individual's response to all objects and situation with which it is related. ആറ്റിറ്റ്യൂഡ് എന്നത് നമ്മൾ എപ്പോഴും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ പറയാറുണ്ട്. കാരണം എൻ്റെ ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഓരോ വ്യക്തികളുടെ ആറ്റിറ്റ്യൂഡും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി എയ്തർ ഫേവറബിൾ ഓർ അൺഫേവറബിൾ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ പറയുവാണ് ഐ ലൈക്ക് ദിസ് പെൻ. അപ്പൊ ഇതിലൂടെ ഞാൻ എന്താണ് വ്യക്തമാക്കുന്നത്? ഐ ആം എക്സ്പ്രസിംഗ് മൈ ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ പെൻ. ദി നെക്സ്റ്റ് ടോപ്പിക് ഈസ് കമ്പോണൻസ് ഓഫ് ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡിന് മെയിൻ ആയിട്ട് 3 കമ്പോണൻസ് ആണ് പറയുന്നത്. കോഗ്നിറ്റീവ് ഓർ ഇൻഫർമേഷണൽ കമ്പോണന്റ്, ദ സെക്കൻഡ് വൺ ഈസ് അഫക്റ്റീവ് ഓർ ഇമോഷണൽ കമ്പോണന്റ് ആൻഡ് ദ തേർഡ് വൺ ഈസ് ബിഹേവിയറൽ കമ്പോണന്റ്. ഫസ്റ്റ് വൺ ഈസ് കോഗ്നിറ്റീവ് ഓർ ഇൻഫർമേഷണൽ കമ്പോണന്റ്. ഈ ഒരു കോഗ്നിറ്റീവ് കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികൾ, വസ്തുക്കൾ അല്ലെങ്കിൽ സംഭവങ്ങളെ കുറിച്ചുള്ള ഒരാളുടെ വിശ്വാസങ്ങളെയും ആശയങ്ങളെയും, അതായത് ഒരാളുടെ ഐഡിയാസിനെയും ബിലീഫ്സിനെയും റിഫ്ലക്റ്റ് ചെയ്യുന്നതും ഡിസ്ക്രൈബ് ചെയ്യുന്നതുമാണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അപ്പൊ എന്താണ് കോഗ്നിറ്റീവ് കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്? കോഗ്നിറ്റീവ് കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ബിലീഫ്സ് ആൻഡ് ഐഡിയാസ് അബൌട്ട് അതർ പേഴ്സൺ, ഒബ്ജക്ട്സ് ഓർ ഇവന്റ്സ്. The second one is affective or emotional component. അതായത് മറ്റുള്ള വ്യക്തികളോടോ ഒബ്ജക്റ്റിനോടോ ഇവന്റ്സിനോടോ ഉള്ള ഇമോഷൻസിനെയും ഫീലിങ്സിനെയും അഫക്റ്റീവ് ഓർ ഇമോഷണൽ കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നതും റിഫ്ലക്ട് ചെയ്യുന്നതും ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോടോ ഒരു ഇവന്റ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനോടോ ഉള്ള ഇമോഷൻസിനെയും ഫീലിങ്സിനെയും ആണ്. Then the third one is behavioral component. This component includes the behavioral tendencies or intention of an individual to act in a particular manner towards an object, event or person. അതായത് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോടോ ഒരു ഇവന്റിനോടോ ഒരു പേഴ്സണോടോ ഒരു വ്യക്തി ഒരു പർട്ടിക്കുലർ രീതിയിൽ ആക്ട് ചെയ്യുക അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുക, അതിനെ അഫക്റ്റ് ചെയ്യുന്ന കമ്പോണന്റ് ആണ് ബിഹേവിയറൽ കമ്പോണന്റ് ഓഫ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് മോട്ടിവേഷൻ. എല്ലാ വർഷവും NTA ഷുവറായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ടു മൂവ് അല്ലെങ്കിൽ ചലിപ്പിക്കുക എന്നർത്ഥമുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. മോട്ടിവേഷൻ ഈസ് എ സൈക്കോളജിക്കൽ ഫിനോമിനൻ which generates within an individual an urge to act in a certain manner. അതായത് മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൈൻഡിൽ ഉത്ഭവിക്കുന്ന ഒരു സംഭവമാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കാനുള്ള ഒരു ത്വര സൃഷ്ടിക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഫിനോമിനയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോട്ടിവേഷന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ബെറൽസൺ ആൻഡ് സ്റ്റെയ്നർ, a motivation is an inner state that energizes, activates or moves and directs or channels behavior goals. The next important topic is theories of motivation.
മോട്ടിവേഷൻ തിയറീസിനെ 2 ക്ലാസിഫിക്കേഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആൻഡ് പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി, ഹെർസ്ബർഗ് 2 ഫാക്ടർ തിയറി, ആൽഫേഴ്സ് ERG തിയറി, മക്ലനൻസ് അച്ചീവ്മെന്റ് തിയറി എക്സെട്ര. പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള തിയറീസ് എക്സ്പെക്റ്റൻസി തിയറി, ഇക്വിറ്റി തിയറി, ഗോൾ സെറ്റിംഗ് തിയറി എക്സെട്ര. ഇനി നമുക്ക് ഇവ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ. അപ്പം കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ attempt to describe the basic needs and drives that motivates an individual to work more better. അതായത് ഒരു വ്യക്തിയെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ, അതാണ് ബേസിക് നീഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ അടിസ്ഥാന ആവശ്യങ്ങളും ഡ്രൈവുകളും ഡിസ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്ന തിയറീസ് ആണ് കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കുന്ന തിയറി, അതായത് കണ്ടന്റ് തിയറീസിൽ നമ്മൾ ആദ്യം പഠിക്കുന്ന തിയറി മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയാണ്. അപ്പം ഈ ഒരു തിയറിയിലൂടെ എബ്രഹാം മാസ്ലോ പറയുന്നത് എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഡിഫറെന്റ് സെറ്റ് ഓഫ് നീഡ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഹ്യൂമൻ ബീയിങ്സിന്റെയും അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ് ആക്ട് ആസ് എ സ്ട്രോങ് മോട്ടിവേറ്റർ, അല്ലെ? അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ്സ് ഒരു സ്ട്രോങ് മോട്ടിവേറ്റർ ആയിട്ട് അവരുടെ മൈൻഡിൽ ആക്ട് ചെയ്യും. എന്തിനാണ്? ഈ നീഡ്സ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. As every individual has many needs, they are arranged in a order of their importance, അല്ലേ? ഈ നീഡ്സ് എല്ലാം അവയുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നു. They are arranged in the order of their importance, starting from the most basic need to the most complex need. There are 5 basic needs and human beings tend to satisfy them in order of their hierarchy, അല്ലേ? മാസ്ലോ പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ബേസിക് ആയിട്ടും 5 നീഡാണ് ഉള്ളത്. അപ്പം എന്താണ്, അവർ ഓരോ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴും അടുത്ത ലെവൽ ഓഫ് നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഈ 5 നീഡ്സ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സിനെ നമ്മൾ ബേസിക് നീഡ്സ് എന്നും കൂടി പറയാറുണ്ട്. ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ്. These needs include the most basic needs of an human being for their survival, അല്ലെ? അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആണ് ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? നീഡ് ഫോർ ഫുഡ്, വാട്ടർ, ഓക്സിജൻ, സ്ലീപ്പ്, ഷെൽട്ടർ, ഇവയെല്ലാം വളരെ ബേസിക് ആയിട്ടുള്ള നീഡാണ്. ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്തതിന് ശേഷം അവർക്ക് അടുത്ത നീഡ് അറൈവ് ചെയ്യും. അപ്പൊ സെക്കൻഡ് നീഡ് എന്ന് പറയുന്നതാണ് സേഫ്റ്റി നീഡ്സ്. സേഫ്റ്റി നീഡ്സിൽ എംഫസൈസ് ചെയ്യുന്നത് അഷുറൻസ് ഓഫ് എ ജോബ്, സ്ഥിരമായിട്ടൊരു ജോലി, സെക്യൂരിറ്റി സോഴ്സ് ഓഫ് ഇൻകം, പിന്നെന്താണ് സേഫ്റ്റി മെഷേഴ്സ് എക്സെട്ര. ഇവയെല്ലാമാണ് സേഫ്റ്റി നീഡ്സിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. അടുത്ത ലെവൽ ഓഫ് നീഡ് എന്ന് പറയുന്നത്, അതായത് തേർഡ് വൺ എന്ന് പറയുന്നത് സോഷ്യൽ നീഡ്സ് ആണ്. സോഷ്യൽ നീഡ്സ് ആർ ദ തേർഡ് ലെവൽ ഓഫ് നീഡ് ഇൻ ദിസ് ഹൈറാർക്കി. When the physiological and safety needs of a human being are met, he starts to put efforts to satisfy his social need. Social needs എന്ന് പറയുന്നത് എന്തെല്ലാമാണ്? നീഡ് ഫോർ ലവ്, അഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, മെമ്പേഴ്സ് ഇൻ ഗ്രൂപ്പ്, സോഷ്യൽ അക്സെപ്റ്റൻസ് എക്സെട്ര. ഒരു ഓർഗനൈസേഷണൽ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ സോഷ്യൽ നീഡ്സ് ആർ ഫുൾഫിൽഡ് ബൈ ദ പാർട്ടിസിപ്പേഷൻ ഇൻ എ വർക്ക് ടീം, ഗ്രൂപ്പ്, പിന്നെന്താണ് ഫ്രണ്ട്ലി സൂപ്പർവിഷൻ എക്സെട്ര. ദെൻ ദ ഫോർത്ത് വൺ ഈസ് സെൽഫ് എസ്റ്റീം നീഡ്സ്. ദീസ് നീഡ്സ് ആർ കൺസേൺ വിത്ത് സെൽഫ് റെസ്പെക്ട്, സെൽഫ് കോൺഫിഡൻസ്, റെക്കഗ്നിഷൻ, അപ്രീസിയേഷൻ, പ്രസ്റ്റീജ്, പവർ എക്സെട്ര. ഈ ഒരു നീഡ് ഹ്യൂമൻ ബീയിങ്സിന് ഗീവ്സ് എ സെൻസ് ഓഫ് സെൽഫ് വെർത്ത് ആൻഡ് ഈഗോ സാറ്റിസ്ഫാക്ഷൻ. അല്ല, ഒരു ഇൻഡിവിജ്വലിന്റെ സെൽഫ് വെർത്തിനും ഈഗോ സാറ്റിസ്ഫാക്ഷനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന, അതിനു വേണ്ടിയിട്ട് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്ന നീഡാണ് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. Then the fifth one and the most top of the hierarchy needs is the self-actualization needs. These needs represent the need to be what a person is capable of becoming. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ലൈഫിൽ നേടാൻ കഴിയുന്ന ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അപ്പം ദീസ് നീഡ്സ്
കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇൻഡിവിജ്വൽ മിഷൻ ഇൻ ഹിസ് ലൈഫ്. ഒരു ഇൻഡിവിജ്വലിന്റെ ജീവിതത്തിലെ മിഷൻ തന്നെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് ദിസ് നീഡ് സിഗ്നിഫൈസ് എ പേഴ്സൺ ഡിസയർ ഓഫ് പേഴ്സണൽ അച്ചീവ്മെന്റ്. നെക്സ്റ്റ് തിയറി ഈസ് ഹെർസ്ബർഗ് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഹൈജീൻ തിയറി. ഈ ഒരു തിയറിയിൽ പറയുന്നത് ഓർഗനൈസേഷനിൽ 2 ഫാക്ടേഴ്സ് ആണ് എംപ്ലോയീസിന്റെ മോട്ടിവേഷനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു തിയറിയിലൂടെ പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്റെ മോട്ടിവേഷനെ അഫക്റ്റ് ചെയ്യുന്നത് 2 ഫാക്ടേഴ്സ് ആണ്, മെയിൻ്റനൻസ് ഓർ ഹൈജീൻ ഫാക്ടേഴ്സ് ആൻഡ് മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഹൈജീൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹൈജീൻ ഫാക്ടേഴ്സ് ഓർ മെയിൻ്റനൻസ് ഫാക്ടേഴ്സ് ഡു നോട്ട് മോട്ടിവേറ്റ് പീപ്പിൾ, ദേ ജസ്റ്റ് പ്രിവെന്റ് ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഹൈജീൻ ഫാക്ടേഴ്സ് എംപ്ലോയീസിനെ ഡയറക്റ്റ് ആയിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ജോബ് ഡിസാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കാൻ സാധിക്കുന്നു. ദീസ് ഫാക്ടേഴ്സ് ആർ കമ്പനി പോളിസി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, സൂപ്പർവിഷൻ, ദെൻ എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻ വിത്ത് പിയർ ഗ്രൂപ്പ്, സാലറി, ജോബ് സെക്യൂരിറ്റി, പേഴ്സണൽ ലൈഫ്, വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര. Then the second one is motivational factor. These factors are intrinsic factors. എന്താണ്? മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് ആണ്. ഇത് ജോബ് സാറ്റിസ്ഫാക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഫാക്ടേഴ്സിനെ നമ്മൾ മോട്ടിവേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്, സാറ്റിസ്ഫയേഴ്സ് എന്ന് പറയുന്നുണ്ട്, ഇൻട്രിൻസിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നുണ്ട്, കൂടാതെ എന്താണ് ജോബ് കണ്ടന്റ് ഫാക്ടേഴ്സ് എന്നും പറയുന്നുണ്ട്. These factors provide a sense of satisfaction among employees and increase the level of performance by motivating them. ഈ ഒരു മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുകയും പിന്നെ എന്താണ് അവർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ആകുകയും ചെയ്യും. Any increase in these factors lead to the increase in the level of satisfaction and motivation. അല്ലെ, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ് നമ്മൾ ഒരുപാട് നൽകുകയാണെങ്കിൽ എംപ്ലോയീസിലെ സാറ്റിസ്ഫാക്ഷനും കൂടും, മോട്ടിവേഷനും കൂടും. Then the third one is Aldeffer's ERG തിയറി. ഈ ഒരു തിയറി എന്ന് പറയുന്നത് മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറിയുടെ ഒരു കണ്ടിന്യൂവേഷൻ തിയറി എന്നും അല്ലെങ്കിൽ ആ ഒരു തിയറിയിൽ നിന്നും റിവൈസ് ചെയ്ത് ഡിറൈവ് ചെയ്തെടുത്തൊരു തിയറിയാണ്. ERG തിയറിയിൽ ആ 3 ടേംസും 3 കാര്യങ്ങളെയാണ് വ്യക്തമാക്കുന്നത്. E for existence, R for relatedness and G for growth. These are the 3 sets of needs defined by Alderfer. അപ്പോൾ ആൽഡഫർ ഐഡന്റിഫൈ ചെയ്ത 3 നീഡ്സ് ആണ്. ഏതൊക്കെയാണ്? എക്സിസ്റ്റന്റ്, റിലേറ്റഡ്നെസ് ആൻഡ് ഗ്രോത്ത്. എക്സിസ്റ്റന്റ് നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്? റെപ്രസെന്റ് ദ ബേസിക് നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഫോർ ദെയർ സർവൈവൽ. റിലേറ്റഡ്നെസ് നീഡ്സ് എന്ന് പറയുന്നത് ദീസ് നീഡ്സ് ആർ കംപ്രൈസ്ഡ് ഓഫ് സോഷ്യൽ ആൻഡ് എസ്റ്റീം നീഡ്സ് ഓഫ് മാസ്ലോസ് നീഡ് ഹൈറാർക്കി. മാസ്ലോസ് നീഡ് ഹൈറാർക്കി മോഡലിലെ സോഷ്യൽ നീഡും എസ്റ്റീം നീഡും കൂടെ കമ്പൈൻ ചെയ്തതാണ് റിലേറ്റഡ്നെസ് നീഡ് എന്ന് പറയുന്നത്. ദീസ് നീഡ്സ് റെപ്രസെന്റ് ദ ഡിസയർ ഓഫ് ഹ്യൂമൻ ബീങ്സ് ടു മെയിൻറ്റെയിൻ ഇന്റർപേഴ്സണൽ റിലേഷൻ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻ. ദെൻ ദ ലാസ്റ്റ് വൺ ഈസ് ഗ്രോത്ത് നീഡ്. മാസ്ലോസ് നീഡ് ഹൈറാർക്കിയിലെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിനോട് സിമിലർ ആയിട്ടൊരു നീഡാണ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് മക്ലനൻസ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ തിയറി. അപ്പം ഈ ഒരു തിയറിയിലൂടെ എന്താണ്? ഹി ഗേവ് 3 sets of needs that motivate human behavior. ഡേവിഡ് സി മക്ലനന്റ് എന്താണ് ഹ്യൂമൻ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന 3 സെറ്റ് ഓഫ് നീഡാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. ദീസ് നീഡ്സ് ആർ നീഡ് ഫോർ അച്ചീവ്മെന്റ്, നീഡ് ഫോർ പവർ ആൻഡ് നീഡ് ഫോർ അഫിലിയേഷൻ. ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടന്റ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ആണ്. പ്രോസസ് തിയറീസ് ഓഫ് മോട്ടിവേഷൻ ഇൻക്ലൂഡ് എക്സ്പെക്റ്റൻസി തിയറി, ഇക്വിറ്റി തിയറി, പെർഫോമൻസ് സാറ്റിസ്ഫാക്ഷൻ മോഡൽ ആൻഡ് ഗോൾ സെറ്റിംഗ് തിയറി. ഈ 4 തിയറീസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ ഈസ് എക്സ്പെക്റ്റൻസി തിയറി. എക്സ്പെക്റ്റൻസി തിയറി കൊണ്ടുവന്നത് വിക്ടർ എച്ച് വ്രൂം ആണ്. ദിസ് തിയറി അറ്റംപ്റ്റ്സ് ടു ഐഡന്റിഫൈ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ് വിച്ച് അഫക്ട് ഇൻഡിവിജ്വൽ ബിഹേവിയർ. There are 3 variables which are explained in expectancy model. ഇൻഡിവിജ്വൽ ബിഹേവിയറിനെ അഫക്റ്റ് ചെയ്യുന്ന 3 വേരിയബിൾസ് ആണ് എക്സ്പെക്റ്റൻസി തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. These variables are valence, expectancy and instrumentality.
Then the next one is equity theory of motivation. ഈ ഒരു തിയറി പ്രപ്പോസ് ചെയ്തത് ജെ സ്റ്റാൻസി ആദം ആണ്. ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ആൻഡ് ഡെവലപ്ഡ് വേർഷൻ ഓഫ് ഇക്വിറ്റി. ഈ ഒരു തിയറി ബേസ് ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ അസംഷനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഓൾ ഇൻഡിവിജ്വൽ എക്സ്പെക്ട് ടു ട്രീറ്റഡ് ഫെയർലി. അല്ലെ, എല്ലാ ഇൻഡിവിജ്വൽസിന്റെ മനസ്സിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരിക്കും, അവരെ ട്രീറ്റ് ചെയ്യുന്നത് ഫെയർ ആയ രീതിയിലായിരിക്കണമെന്ന്. According to this theory, equity is the perception of employees that we are treated equally as compared to the others, and inequity is the perception of employees that we are treated unfairly and as compared to others. ഈ ഒരു ഇക്വിറ്റി തിയറി പറയുന്നത് എംപ്ലോയീസിന്റെ മനസ്സിൽ രണ്ട് രീതിയിലുള്ള പെർസെപ്ഷൻ ഉണ്ടാവും, അതിനനുസരിച്ച് അവരുടെ മോട്ടിവേഷൻ ലെവൽ മാറും. Then the next theory is goal setting theory. ഗോൾ സെറ്റിംഗ് തിയറി ഓഫ് മോട്ടിവേഷൻ കൊണ്ടുവന്നത് എഡ്വിൻ ലോക്ക് ആണ്. ദിസ് തിയറി പ്രൊപ്പോസ്ഡ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഇന്റൻഷൻ ടു വർക്ക് ടുവേർഡ്സ് എ ഗോൾ ആർ മേജർ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ ടു ആൻ ഇൻഡിവിജ്വൽ. ഈ ഒരു തിയറി പറയുന്നത് ഏതെങ്കിലും ഒരു എയിം അല്ലെങ്കിൽ ഒരു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാനുള്ള ഒരു വ്യക്തിയുടെ ഉദ്ദേശമാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതെന്നാണ് ഈ ഗോൾ സെറ്റിംഗ് തിയറി പറയുന്നത്. The next important topic is learning. Learning is a relatively permanent change in behavior that occurs as a result of prior experience. ഒരു ഇൻഡിവിജ്വലിൻ്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മുൻകാല അനുഭവത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ താരതമ്യേന സ്ഥിരമായ ഒരു മാറ്റത്തെയാണ് നമ്മളെ ലേണിംഗ് അല്ലെങ്കിൽ പഠനം എന്ന് പറയുന്നത്. നമുക്കിനി ലേണിങ്ങിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ലേണിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ പൊട്ടൻഷ്യലി ദാറ്റ് റിസൾട്ട് ഫ്രം റീഇൻഫോഴ്സ്ഡ് പ്രാക്ടീസ് ഓർ എക്സ്പീരിയൻസ്. അതായത് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പരിശീലനത്തിൻ്റെയോ അല്ലെങ്കിൽ അനുഭവത്തിൻ്റെയോ ഫലമായിട്ട് ഒരാളുടെ സ്വഭാവങ്ങളിലെ താരതമ്യേന സ്ഥിരമായി ഉണ്ടാകുന്നൊരു മാറ്റത്തെയാണ് നമ്മൾ ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ the next one is the theories of learning. മെയിൻ ആയിട്ട് 3 ലേണിംഗ് തിയറീസ് ആണുള്ളത്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറീസ്, കോഗ്നിറ്റീവ് തിയറീസ് ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറീസ്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറീസിൽ മെയിനായിട്ട് 3 തിയറീസ് വരുന്നുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി ആൻഡ് ലോ ഓഫ് എഫക്റ്റ്. ദെൻ ദ തേർഡ് വൺ ഈസ് തോണ്ടൈക്സ് ലോ ഓഫ് എഫക്റ്റ്. സ്റ്റിമുലസ് റെസ്പോൺസ് തിയറിയിലെ ഒന്നാമത്തെ തിയറിയായ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്താണെന്ന് നോക്കാം. ക്ലാസിക്കൽ കണ്ടീഷനിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദ അസോസിയേഷൻ ഓഫ് വൺ ഇവന്റ് വിത്ത് അനദർ ഡിസൈർഡ് ഇവന്റ് റിസൾട്ടിംഗ് ഇൻ എ ബിഹേവിയർ. ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഡിഫൈൻ ചെയ്യുന്നത് ഒരു പെരുമാറ്റത്തിന് കാരണമാകുന്ന മറ്റൊരു ഇവന്റുമായിട്ടുള്ള ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെയാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ഡിഫൈൻ ചെയ്യുന്നത്. The most famous and popular experiment on classical conditioning was conducted by the famous Russian psychologist Ivan Pavlov. അപ്പോൾ ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ് എക്സ്പെരിമെൻ്റ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവാൻ പാവ്ലോ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തിയത് ഒരു ഡോഗിനെ വെച്ചിട്ടാണ്. അപ്പം ഈ ഒരു എക്സ്പെരിമെൻറ്റിന് 3 സ്റ്റേജസ് ആണുള്ളത്. ബിഫോർ കണ്ടീഷനിങ്, ഡ്യൂറിങ് കണ്ടീഷനിങ് ആൻഡ് ആഫ്റ്റർ കണ്ടീഷനിങ്. ഫസ്റ്റ് സ്റ്റേജ് ബിഫോർ കണ്ടീഷനിങ്. ഈ ഒരു സ്റ്റേജിൽ ഡോഗിനൊരു അൺകണ്ടീഷണഡ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസ് നൽകി, അതായത് ഫുഡ് നൽകി. അപ്പോൾ ഡോഗിൽ നിന്നും എന്താണ് അൺകണ്ടീഷണഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസ്, സലൈവ വന്നു. അതേ സ്റ്റേജിൽ തന്നെ ഒരു ന്യൂട്രൽ സ്റ്റിമുലസ് നൽകി, അതായത് ബെല്ലടിച്ചു. അപ്പോൾ എന്താണ്, ഡോഗിൽ നിന്നും ഒരു റെസ്പോൺസും വന്നില്ല, നോ റെസ്പോൺസ്. സെക്കൻഡ് സ്റ്റേജ് ഡ്യൂറിങ് കണ്ടീഷനിങ്. ആ ഒരു സ്റ്റേജിൽ ബെല്ലും റിങ് ചെയ്തുകൊണ്ട് ഫുഡും കൊടുത്തു, അതായത് കണ്ടീഷൻ സ്റ്റിമുലസും അൺകണ്ടീഷണൽ സ്റ്റിമുലസും ഒരുമിച്ച് നൽകി. അപ്പോൾ ഡോഗിൽ ഉണ്ടായതൊരു അൺകണ്ടീഷണഡ് റെസ്പോൺസ് ആണ്, അതായത് ഡോഗിന്റെ വായിൽ നിന്നും സലൈവ വന്നു. തേർഡ് സ്റ്റേജിൽ ആഫ്റ്റർ കണ്ടീഷനിങ് സ്റ്റേജിൽ ഡോഗിനൊരു കണ്ടീഷണഡ് സ്റ്റിമുലസ് ആണ് നൽകിയത്, അതായത് ഫുഡ് കൊടുത്തില്ല, ബെല്ല് മാത്രം റിങ് ചെയ്തു. അപ്പോൾ എന്താണ്, ഡോഗിൽ നിന്നൊരു കണ്ടീഷണഡ് റെസ്പോൺസ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിലൂടെ ഇവാൻ പാവ്ലോ പ്രൂവ് ദാറ്റ് the association of one event with another desired event resulting in a desired behavior.
ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി ഓഫ് ലേണിംഗ്. ഈ ഒരു തിയറി കൊണ്ടുവന്നത് BF സ്കിന്നർ ആണ്. തിയറി ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് ആർഗ്യൂസ് ദാറ്റ് ബിഹേവിയർ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അല്ലെ, ബിഹേവിയർ ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസസ്. എന്താണ് പെരുമാറ്റം എന്ന് പറയുന്നത് അതിന്റെ അനന്തരഫലങ്ങളുടെ, അതായത് എന്താണ് കോൺസിക്വൻസസിന്റെ പ്രവർത്തനമാണെന്നാണ് ഈ ഒരു ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി പറയുന്നത്. BF Skinner, who practiced the theory of operant conditioning, advocated that individuals emit the behaviors which are rewarded and do not emit the behaviors which are not rewarded or punished. The third one is Thorndike's law of effect. This theory states that of several responses made to the same situation, those which are accompanied or closely followed by satisfaction will be more likely to recur. Those which are accompanied by or more closely followed by discomfort will be less likely to recur. ഇതാണ് Thorndike's law of effect of learning theory പറയുന്നത്. Cognitive theory. Cognitive theory of learning refers to an individual's knowledge, thoughts and understanding about himself and his environment. അതായത് കോഗ്നിറ്റീവ് തിയറി പറയുന്നത് ഒരു വ്യക്തിയുടെ അറിവ്, ചിന്തകൾ, അത് കൂടാതെ തന്നെക്കുറിച്ചും തന്റെ പരിസ്ഥിതിയെക്കുറിച്ചുള്ള ധാരണകൾ, ഇവയെല്ലാമാണ് കോഗ്നിറ്റീവ് തിയറി സൂചിപ്പിക്കുന്നത്. This theory assumes that individuals learn the meaning of various objects and events and also learn the responses on the basis of the meaning assigned to the stimuli. The next one is social learning theory. This theory assumes that learning is not only the result of environmental determinism. അപ്പോൾ environmental determinism പറയുന്നതാണ് ക്ലാസിക്കലും ഓപ്പറന്റ് കണ്ടീഷനിങ് വ്യൂവും. ഓർ ഇൻഡിവിജ്വൽ ഡിറ്റർമിനിസം, കോഗ്നിറ്റീവ് തിയറി പറയുന്ന ഇൻഡിവിജ്വൽ ഡിറ്റർമിനൻസവും അല്ല, ബട്ട് ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ബോത്ത്. ഇതാണ് സോഷ്യൽ ലേണിംഗ് തിയറി പറയുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറിയുടെ പ്രോസസ്സ് 4 സ്റ്റേജസിലായിട്ടാണ് ഒക്കർ ചെയ്യുന്നത്. ദേ ആർ അറ്റൻഷൻ, റിട്ടൻഷൻ, മോട്ടർ റീപ്രൊഡക്ഷൻ ആൻഡ് ഫോർത്ത് വൺ ഈസ് ദ മോട്ടിവേഷണൽ പ്രോസസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ പോർഷൻസും എക്സാം വ്യൂ പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ ആവശ്യമുള്ളവരോ തീർച്ചയായും ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.